2026 BSc നഴ്സിംഗ് പഠിക്കാനായിട്ട് ഒരു അവസരം, അതും മെഡിക്കൽ കോളേജുകളിൽ. നമസ്കാരം, ഞാൻ MK തോമസ്. ഞാൻ പറഞ്ഞു വന്നത്, കർണാടക എക്സാമിനേഷൻ അതോറിറ്റി KEA എല്ലാ വർഷവും നടത്തി വരുന്ന പ്രവേശന പരീക്ഷ KCET 2026 പരീക്ഷ നടക്കുന്ന ഡേറ്റ് പ്രഖ്യാപിച്ചു. പരീക്ഷ നടക്കുന്നത് ഏപ്രിൽ മാസം 23, 24 എന്നീ തീയതികളിൽ കർണാടകയിലെ വിവിധ ഏതാണ്ട് 600-700ഓളം സെന്ററുകളിൽ വെച്ചാണ് പരീക്ഷ നടക്കുന്നത്. അതിന്റെ ഓൺലൈൻ അപേക്ഷ കൊടുക്കേണ്ടതിന്റെ പോർട്ടൽ കഴിഞ്ഞ 17-ാം തീയതി ഓപ്പൺ ആയിട്ടുണ്ട്. അതിന്റെ ലിങ്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ ഇല്ലെന്ന് അറിയത്തില്ല. ലിങ്ക് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടുന്നവർ ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. കയറുക, അവർ പറയുന്ന പോലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അത് പൂരിപ്പിച്ച് അയക്കുക. അത് 16/2, അതായത് ഫെബ്രുവരി 16-ാം തീയതി വരെ ആ വിൻഡോ ഓപ്പൺ ആയിരിക്കും. ആ ഒരു മാസം സമയമുണ്ട് നിങ്ങൾക്ക് ചിന്തിച്ച് തീരുമാനം എടുക്കാനായിട്ട്. മനസ്സിലാവുന്നുണ്ടല്ലോ? ആ ഡേറ്റ് ഓർമ്മയിരിക്കട്ടെ. 16/2/2026 വരെ ഈ വിൻഡോ ഓപ്പൺ ആയിരിക്കും. പരീക്ഷ നടക്കുന്നത് 23, 24 എന്നീ തീയതികളിലാണ്. 23-ാം തീയതി 2 സബ്ജക്റ്റും 24-ാം തീയതി ബയോളജിയുമാണ് പരീക്ഷ നടത്തുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കണം. അപേക്ഷ നോൺ കർണാടക സ്റ്റുഡൻസിന് ക്ലോസ് വൈ പ്രകാരമാണ് അപേക്ഷ അയക്കേണ്ടത്. അപേക്ഷ പൂരിക്കും തിരിച്ചും മാർക്കും ഒക്കെ ഒന്നുകൂടെ ഒന്ന് പരിശോധിച്ചിട്ട് വേണം അപേക്ഷ പൂരിപ്പിക്കാനായിട്ട്. അപേക്ഷ ഫീസ് 2500 രൂപയാണ്. അതിന്റെ എന്തെല്ലാം ഒക്കെ ഡോക്യുമെന്റ്സ് ഒക്കെ വേണമെന്നുള്ള അവരുടെ വെബ്സൈറ്റിലുണ്ട്. KEAയുടെ വെബ്സൈറ്റ് സന്ദർശിച്ചാൽ മതി. അതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാകും. വ്യക്തമായിട്ട് വായിക്കണം. മനസ്സിലാവുന്നുണ്ടല്ലോ? ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, 2,20,000-നകത്താണ് നിങ്ങൾക്ക് റാങ്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഒരു മെഡിക്കൽ കോളേജിൽ ഈ പ്രീ ബുക്കിങ്ങോ ഡൊണേഷനോ ക്യാപിറ്റേഷനോ ഒന്നും കൊടുക്കാതെ സർക്കാർ നിശ്ചയിച്ച 1,40,000 രൂപയ്ക്ക് അഡ്മിഷൻ നിങ്ങൾക്ക് ഉറപ്പാക്കാൻ പറ്റും. ഇപ്പൊ താല്പര്യമുള്ളവരൊക്കെ അപേക്ഷിക്കുക. മനോഹരമായിട്ട് ആത്മാർത്ഥമായിട്ട് പരീക്ഷ എഴുതുക. നല്ലൊരു നേഴ്സ് ആകാനായിട്ട് മുമ്പോട്ട് വരിക. ഡിസ്കഷൻ ബോക്സിൽ KEAയുടെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഈ ഒരുപാട് അപ്ഡേറ്റുകൾ KEAയുടെ KCET 2026 കുറിച്ച് ഒരുപാട് അപ്ഡേറ്റുകൾ വീണ്ടും തരാം. പോയ വർഷങ്ങളിൽ വാപ്സിയുടെ ഗൈഡ് ലൈൻസിലും മാർഗനിർദ്ദേശപ്രകാരം നിരവധി കോളേജുകൾ അഡ്മിഷൻ എടുത്ത കുറെ കുട്ടികളുടെ രക്ഷിതാക്കളുടെ പ്രതികരണം കൂടെ നിങ്ങളൊന്ന് ഈ വീഡിയോടൊപ്പം ശ്രദ്ധിക്കുക. സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണുക. എൻ്റെ പേര് യാക്കോവി തോമസ്. ഞാൻ സെൻറ് ജോൺസ് മെഡിക്കൽ കോളേജിൽ ഫസ്റ്റ് ഇയർ BSc നഴ്സിംഗ് പഠിക്കുന്നു. എൻ്റെ KCET റാങ്ക് വന്നത് 50,000 റേഞ്ചിലായിരുന്നു. MK തോമസ് സാറിൻ്റെ edu360 എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ വഴി KCET അലോട്ട്മെൻറ്റ് ഡീറ്റെയിൽസിൻ്റെ ടൈംലി അപ്ഡേറ്റ്സ് കിട്ടുന്നുണ്ടായിരുന്നു. സാറിൻ്റെ വീഡിയോസ് വഴി ഏതൊക്കെ കോളേജിൽ ജോയിൻ ചെയ്യാം, ഏതൊക്കെ കോളേജസ് ആണ് നല്ലത് എന്നതിൻ്റെ ഒക്കെ ഡീറ്റെയിൽഡ് ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഇടുന്നുണ്ടായിരുന്നു. ആ ഒരു ഇൻഫർമേഷൻ വഴിയും സാറിൻ്റെ പേഴ്സണൽ ഗൈഡൻസ് വഴിയും അതുകൊണ്ട് മാത്രമാണ് എനിക്ക് இത്രயும் നല്ലൊരു കോളേജിல் படிക്കാൻ പറ്റുന്നത്. என் பேரு அசினண்ணா பினோய். நான் இங்கே தமிழ்நாட்டில் ஹுசூரில் இருக்கேன். இந்த வருஷத்தில் KCET எக்ஸாம் எழுதினேன். நல்ல ஒரு ரேங்க் கிடச்சிருச்சு. பட் ஆனால் ஆப்ஷன் என்ட்ரி எப்படி தருதுன்னு ரொம்ப கன்ஃபியூஸ்டாக இருந்தேன். அப்போ தான் MK தோமஸ் சாரை காண்டாக்ட் பண்ணேன். அவங்க எனக்கு எல்லாம் ஹெல்ப்ஃபுல்லாக செஞ்சு கொடுத்தாரு. ஸோ இப்போ எனக்கு மார்த்தாஸ் காலேஜ் பெங்களூரில் கிடச்சிது. அடுத்த வருஷம் யாரெல்லாம் BSc நர்சிங் அட்மிஷன் எடுக்கணும்னு ஆசைப்படுறீங்களோ கண்டிப்பாக KCET எக்ஸாம் எழுதுங்க. உங்களுக்கு ஏதாச்சும் கன்ஃபியூஷன் இருந்தால் MK തോമസ് സാർ ആൻഡ് വാപ്സി സൊസൈറ്റിയെ കോൺടാക്ട് பண்ணுங்க. എൻ്റെ പേര് ജെബിൻ ജോസഫ്. ഞാൻ ആലപ്പുഴ ജില്ലക്കാരനാണ്. പ്ലസ് ടുവിന് ശേഷം നഴ്സിംഗ് പഠിക്കണമെന്ന് എൻ്റെ ഡ്രീമായിരുന്നു. ഞാൻ കേരളത്തിൽ പലയിടത്തും അഡ്മിഷൻ വേണ്ടി ശ്രമിച്ചു. എനിക്ക് ലഭിച്ചില്ല. ഞാൻ KCET എക്സാമിനെ കുറിച്ച് അറിയുകയും അത് എഴുതുകയും ചെയ്തു. അത് എഴുതിയതിനു ശേഷം ഞാൻ MK തോമസ് സാറിൻ്റെ വീഡിയോ കാണുകയും സാറിൻ്റെ സഹായത്തോടെ ഓപ്ഷൻ എൻട്രി വഴി ഡോക്ടർ BR അംബേദ്കർ മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ ലഭിച്ചു. ഇതിനായി സഹായിച്ച സാറിനും വാപ്സി സംഘടനയ്ക്കും എൻ്റെ പേരുള്ള നന്ദി അറിയിക്കുന്നു. അടുത്ത വർഷത്തെ KCET എക്സാം എല്ലാവരും എഴുതുക. വാപ്സി സംഘടനയും തോമസ് സാറും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. എൻ്റെ പേര് ലിയ വിൽസൺ. എൻ്റെ വീട് പത്തനംതിട്ട ജില്ലയിൽ ഓമലൂർ ആണ്. എനിക്ക് നഴ്സിംഗ് പഠിക്കാനായിരുന്നു വലിയ ആഗ്രഹം. ഞാൻ കർണാടക KCET എൻട്രൻസ് എക്സാം എഴുതി. എനിക്ക് 1,45,000 ആയിരുന്നു റാങ്ക് കിട്ടിയത്. എനിക്ക് അഡ്മിഷൻ കിട്ടുമോ തന്നെ വലിയ സംശയമായിരുന്നു.
അപ്പോഴാണ് എൻ്റെ അപ്പ വാപ്സിയെ പറ്റി പറയുന്നത്. വാപ്സിയുടെ MK തോമസ് സാറിനെയും നിതിൻ സാറിനെയും പരിചയപ്പെടുകയും ചെയ്തു. അങ്ങനെ അവർ എനിക്ക് ഓപ്ഷൻ എൻട്രിക്ക് വേണ്ടിയുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു തന്നു. എനിക്ക് ബാംഗ്ലൂർ ബാപ്റ്റിസ്റ്റ് കോളേജിൽ അഡ്മിഷൻ കിട്ടി. അടുത്ത മാസം എനിക്ക് ക്ലാസ് തുടങ്ങുകയാണ്. നിങ്ങൾ എല്ലാവരും അടുത്ത വർഷം കർണാടക KCET എൻട്രൻസ് എക്സാം എഴുതുകയും വേണം. അതിനു വേണ്ടിയുള്ള എല്ലാ നിർദ്ദേശങ്ങളും സഹായങ്ങളും വാപ്സി ചെയ്തു തരും. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. കോട്ടയത്ത് വെച്ച് നടന്ന MK തോമസ് സാറിൻ്റെ സെമിനാർ ഞാനും അമ്മയും കൂടെ ചേർന്നാണ് അറ്റൻഡ് ചെയ്തുകൊണ്ട് എനിക്ക് KEൻ്റെ ഒരു നോളേജ് കിട്ടി. എനിക്ക് ആ എക്സാം എഴുതാനും പറ്റി. അത്യാവശ്യം റാങ്ക് കിട്ടി. 55,000 അടുപ്പിച്ച് റാങ്ക് എനിക്കുണ്ടായിരുന്നു. റാങ്ക് കിട്ടി, പക്ഷെ അപ്പോഴും എനിക്കതെങ്ങനെ യൂട്ടിലൈസ് ചെയ്യണമെന്ന് വലിയ ഐഡിയ ഉണ്ടായില്ല. അപ്പോഴാണ് KE ലാസ്റ്റ് മൊമെന്റിൽ, ഓപ്ഷൻ എൻട്രിയുടെ ലാസ്റ്റ് മൊമെന്റിലാണ് തോമസ് സാറിൻ്റെ ഒരു മെസ്സേജ് വന്നതും എനിക്ക് അതിനകത്ത് പേര് കൊടുക്കാൻ പറ്റിയതും. അത് കൊടുത്തുകൊണ്ട് എനിക്കിപ്പോൾ ഫാദർ മുള്ളർ മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടി. So I'm very much thankful to MK Thomas sir and Vapsi team. I'm Alina Joseph from Kottayam district. I wrote KCET examination 2025 and got admission in St. Philomena's College of Nursing, Bangalore. For this, I really like to thank Mr. MK Thomas and his team Vapsi for their continuous guidance and help all through this process. Once again, thank you so much for everything. I wish all the aspirants who are going to write KCET 2026 the very best. ഞാൻ അനുജ ഷിബു, പത്തനംതിട്ട ജില്ലക്കാരിയാണ്. 2025 KCETയുടെ ബേസിക് നഴ്സിംഗ് എൻട്രൻസ് എക്സാം എഴുതിയിരുന്നു. എനിക്ക് മെറിറ്റിൽ ഡോക്ടർ BR അംബേദ്കർ മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടി. ഇതിനായി ഞങ്ങളെ സഹായിച്ച MK തോമസ് സാറിനും സംഘടനയായ വാപ്സിക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്ത വർഷത്തെ കർണാടകയുടെ എൻട്രൻസ് എക്സാം എല്ലാവരും എഴുതണമെന്ന് അഭ്യർത്ഥിക്കുന്നു. Vapsi. Contact 85904 14921 88480 98218 www.vapsi.info. താല്പര്യമുള്ളവരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് അറിയാവുന്നവർക്കൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. അതനുസരിച്ച് തുടർന്ന് വീഡിയോകൾ എയർ ചെയ്യുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.